ഉഴുന്നു മുതൽ മാസ്ക് വരെ സർക്കാർ സൗജന്യമായി നൽകുന്ന ക്രിസ്മസ് കിറ്റ് തയ്യാറായി കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നു എന്നതിന്റെ തെളിവാണ് സർക്കാർ വിതരണം ചെയ്യുന്ന സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റുകൾ. കൊറോണ മഹാമാരിയുടെ പ്രതിസന്ധിയിൽ ജനങ്ങൾ ദുരന്തത്തിലായപ്പോൾ സംസ്ഥാന ഭരണകൂടം കിറ്റുകൾ വിതരണം നടത്തി പ്രതിസന്ധി പരിഹരിച്ചു. കോവിഡ് കാലത്തെ പ്രതിസന്ധി മുന്നിൽ കണ്ട സർക്കാർ നൽകുന്ന സൗജന്യ ഭക്ഷ്യധാന്യ വിതരണ കിറ്റുകൾ ഇപ്പോഴും നൽകുന്നുണ്ട് സംസ്ഥാന ഭരണകൂടം. കൊറോണ വ്യാപനം നിലനിൽക്കുമ്പോഴും ജനങ്ങളുടെ ആഘോഷങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നത്. റേഷൻ കാർഡ് ഉടമകൾക്ക് 11 പലവ്യഞ്ജനങ്ങളാണ് ഇത്തവണ ക്രിസ്മസിന് വിതരണം ചെയ്യുക. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി ഖാദി മാസ്കും കിറ്റിനൊപ്പം നൽകുന്നുണ്ട്. ഡിസംബർ ആദ്യവാരം ക്രിസ്മസ് കിറ്റ് വിതരണം ചെയ്യും. കടല 500 ഗ്രാം, പഞ്ചസാര 500 ഗ്രാം, നുറുക്ക് ഗോതമ്പ് 1 കിലോ, വെളിച്ചെണ്ണ 1/2 ലിറ്റർ, മുളകുപൊടി 250 ഗ്രാം, ചെറുപയർ 500 ഗ്രാം, തുവരപ്പരിപ്പ് 250 ഗ്രാം, തേയില 250 ഗ്രാം, ഉഴുന്ന് 500 ഗ്രാം, ഖദർ മാസ്ക് 2, ഒരു തുണിസഞ്ചി എന്നിവ അടങ്ങുന്നതാണ് ക്രിസ്മസ് കിറ്റ്. സപ്ലൈകോ വിവിധ കേന്ദ്രങ്ങളിൽ പാക്ക് ചെയ്യുന്ന കിറ്റുകൾ റേഷൻ കട വഴി വിതരണം ചെയ്യും. എല്ലാ കാർഡ് ഉടമകൾക്കും റേഷൻ കടകൾ വഴി കിറ്റ് ലഭിക്കും. മഞ്ഞ, പിങ്ക്, വെള്ള, നീല കാർഡ് എന്നിങ്ങനെ അടിസ്ഥാനത്തിലാണ് കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. പാക്കിംഗ് കേന്ദ്രങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ സാധനങ്ങളുടെ ഗുണനിലവാരവും തൂക്കവും പരിശോധിച്ചാണ് വിതരണം നടത്തുക. ലോക്ക്ഡൌൺ കാലത്ത് സർക്കാർ 1000 രൂപയുടെ കിറ്റാണ് നൽകിയത്. കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സർക്കാർ സൗജന്യമായി ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഈ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാണ്. നമ്മുടെ നാട്ടിൽ ഒരാളും പട്ടിണി കിടക്കുന്ന സ്ഥിതി വരരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറഞ്ഞത് പാലിക്കാൻ ഭക്ഷ്യവകുപ്പിന് സാധിക്കുന്നുണ്ട്. 97% കാർഡ് ഉടമകളാണ് കോവിഡ് സമയത്ത് റേഷൻ കടകളിലെത്തിയത്. റേഷൻ നമ്മുടെ അവകാശമാണ്, ഔദാര്യമല്ല എന്നതാണ് നമ്മുടെ മുദ്രാവാക്യമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് കേരളം ഇന്ത്യക്കൊരു മാതൃകയാണ്. കോവിഡ് മഹാമാരിയുടെ ആദ്യഘട്ടത്തിൽ ഭക്ഷ്യവകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചത് കേരളത്തിന് മറ്റൊരു നേട്ടമാണ് നേടിക്കൊടുത്തത്. അന്നമുണ്ട് ആദ്യ വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ ജനങ്ങളോട് ആവർത്തിച്ചു പറയുന്നത് പൊള്ളയായൊരു വാഗ്ദാനം അല്ലെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ.